മക്കളെ ദേ വീണ്ടും വന്നിരിക്കുന്നു നിങ്ങളുടെ മമ്മി. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സുകൾക്ക് എല്ലാവർക്കും കൂടി ഞാൻ ഇന്നത്തെ ഉച്ച ഭക്ഷണമാണ് കാണിക്കാൻ പോകുന്നത്. ഉച്ചയ്ക്ക് ഞാൻ ചെയ്യാൻ പോകുന്നത് എന്തുവാണെന്ന് അറിയാവാ? ഒരു ചാറും ഒരു മീൻ വറുത്തതാണ്. അപ്പോൾ ചെമ്മീനും മുരിങ്ങയ്ക്കായും മാങ്ങായും ചക്കക്കുരും കൂടിയിട്ട് ഒരു മഞ്ഞ കളറിലെ ഒരു ചാറ് കറി ഉണ്ടാക്കിയിട്ട് കരിമീൻ വറുത്തതും ആണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ പരിപാടി. അപ്പോൾ നമുക്ക് അതിന് വേണ്ട ചേരുവകളെല്ലാം ഞാൻ ഇവിടെ ഇണക്കി വെച്ചിരിക്കുന്നു. എൻ്റെ ക്യാമറാമാനിൻ്റെ കൂടെ വരൂ, എന്നിട്ട് നമുക്ക് ഇതിനെല്ലാം പരിചയപ്പെടാം. ദേ ഞാനെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. ചക്കക്കുരു, മുരിങ്ങയ്ക്കോല്, ഇവിടെ ഞാൻ മാങ്ങ ചെത്തി വെച്ചിരിക്കുന്നു. അതിന് വേണ്ട ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. അതിനിടാനുള്ള പച്ചമുളക് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നു. ഒരു എരിവില്ലാത്ത, നമ്മൾ മുളക് പൊടി ഇല്ലാത്ത ഒരു പരിപാടിയാണ്. അപ്പോൾ അതിനുള്ള തേങ്ങയും മമ്മി ഇവിടെ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇത് അരക്കണം. അപ്പോൾ അതെല്ലാം അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഫസ്റ്റിൽ തന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ മക്കളെ? നമുക്ക് ഈ കരിമീൻ വൃത്തിയാക്കി നമ്മൾ വരഞ്ഞൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവനെ പെരട്ടാൻ വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങളൊക്കെ നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ കരിമീൻ പെരട്ടാനായിട്ട് ഞാൻ അരക്കാൻ പോവുകയാണേ. അരക്കാനായിട്ട് ഇടേണ്ട സാധനങ്ങളൊക്കെ മക്കളെ ഞാൻ കാണിച്ചു തരാം. ആദ്യമേ തന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇതിൻ്റെ അകത്തോട്ട് ഇടുവാണേ. ഏകദേശം 5 കൊച്ചു ചെറിയ കരിമീനാണ് കേട്ടോ. അപ്പോൾ അതേ 1 സ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി മമ്മി ഇടുന്നത് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് കുരുമുളക്. അപ്പോൾ എൻ്റെ മക്കളുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഈ മമ്മി എന്നുള്ള വിടി വരുന്നത്. ഞാൻ ചെറിയൊരു സ്പൂണിന് 1.5 സ്പൂൺ മുളക് പൊടി. ഇന്നത്തെ കാര്യം കരിമീനാ മോനെ. വയസ്സും പ്രായമൊക്കെ അല്ലേ മക്കളെ, അക്ഷരപ്പശകളൊക്കെ ഉണ്ടാവുകയെ. ഒന്നാതെ വാദോരാതെ വർത്താനം പറയുന്ന ഒരു അമ്മയാണ്. കുറച്ച് മഞ്ഞപ്പൊടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത്. ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാനുള്ളത് നാരങ്ങ നീര്. നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ചേർക്കണം. ഞാൻ ഒരു നാരങ്ങ മുറിച്ചിവിടെ വെച്ചിട്ടുണ്ട്. ആ നാരങ്ങ നീര് പിഴിഞ്ഞ് ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കാം. കരിമീനൊക്കെ നമ്മൾ വറുക്കാൻ നേരത്ത് ഇതെല്ലാം കറക്റ്റായിട്ട് വേണ്ട സാധനങ്ങളാണ്. നമ്മൾ ഇതിനെല്ലാം ചേർക്കണം. നല്ല അതിന് പുളിയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഇത്തിരി നീരും കൂടി എനിക്ക് വേണം കേട്ടോ. ഇത്തിരി പുളി വേണം. അതിന് കരിമീൻ ഇത്തിരി പുളി അത്യാവശ്യമാണ്. അപ്പോൾ അതിൻ്റെ കുരു വീണിട്ടുണ്ട്. ആ കുരുവിനെ ഞാൻ പെറുക്കി കളയുവാണ്. കുരു ഒന്നും വേണ്ട നമുക്ക്. മമ്മി ഇട്ടപ്പോൾ അതെ കുരു വീണിട്ടുണ്ട്, അതിനെ എടുത്ത് മാറ്റി. ഇനി മമ്മി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോകും. ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് പേസ്റ്റായിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ ആവശ്യത്തിന് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കും. ഇങ്ങനെ കണക്കും കാര്യങ്ങളൊന്നുമില്ല, ആവശ്യത്തിന് ചേർക്കുക. ശേഷം നമുക്ക് ഉപ്പ് ആവശ്യത്തിന്, ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് പോരായ്മ നമുക്ക് പിന്നെ നോക്കാവേ. ഇതിൻ്റെ കൂടെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുവേ. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത്തിരി വെളിച്ചെണ്ണയും കൂടി വെച്ച് നമുക്ക് നല്ല പേസ്റ്റ് പരുവത്തിൽ ഇതിനെ അരച്ചെടുക്കാം. മമ്മി ഇതൊന്ന് മിക്സിയിലിട്ട് അരക്കട്ടെ കേട്ടാ. മമ്മി ഉണ്ടല്ലോ ഇങ്ങനെ ഒരാളെ വർത്താനം പറയുന്ന ഒരാളാണേ. എനിക്ക് വർത്താനം പറയണം കൊച്ചേ, ഞാനത് കാരണം. അപ്പോൾ ഇതൊന്ന് അരക്കട്ടെ. നല്ല കൂട്ട് അരച്ചിട്ടുണ്ട് മമ്മിയെ. അപ്പോൾ നമ്മൾ എല്ലാം കൂടി ചേർത്ത് അരച്ച മസാലക്കൂട്ട് ഇതിനെ നമുക്ക് ഈ പാത്രത്തിലോട്ട് മാറ്റാം. ആ പുളിയും ആ എണ്ണയും എല്ലാം കൂടി അരച്ചിട്ടുണ്ടല്ലോ. അതിനൊക്കെ ഒരു പ്രത്യേക നമ്മുടെ ചെറുനാരങ്ങയുടെ നീരും എല്ലാം കൂടി നമ്മൾ കഴിക്കുന്നേക്കാൾ മുമ്പേ തന്നെ നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്ന അതിൻ്റെ രുചിയെപ്പറ്റി. ആ അരപ്പിൻ്റെ ഇതൊക്കെ ഒരു നല്ല പരിപാടിയാണ്. ഇങ്ങനെ ചാലിച്ചെടുക്കുക. കൈയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട രുചി ഉണ്ടാക്കുന്നത്. കൈപുണ്യം എന്ന് പറയത്തില്ലേ, ആ സാധനമാണ് ഈ കൈ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ലേശ ഉപ്പൊക്കെ ഉണ്ടാവും, പുളി ഉണ്ടാവും എന്നൊക്കെ ഒന്ന് ഇങ്ങനെ വെറുതെ ഒന്ന് തൊട്ട് നാക്കി വെച്ച് നോക്കണം. എല്ലാം കറക്റ്റാണ്. നമ്മളിതിനെ തേച്ച് പിടിപ്പിച്ചാൽ മാത്രം മതി. നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ കരിമീനെ ഒരേന്ന് എടുത്ത് നമുക്ക് നന്നായിട്ട് ഇതിൻ്റെ പുറത്തോട്ട് തേച്ച്, നല്ല കറക്റ്റായിരുന്നു കേട്ടോ, കറക്റ്റ് അരയായിരുന്നു. ഇങ്ങനെ നമുക്ക് നല്ലപോലെ തേച്ച് പിടിപ്പിക്കണം. 2 കൈയൊക്കെ ഉപയോഗിക്കണം. ഇതിൻ്റെ വയറ്റിലോട്ടൊക്കെ ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കണം. കരിമീനല്ലേ, കുറച്ച് തേട്ടൊക്കെ ഇരിക്കട്ടെ. ചെറിയ കരിമീനാണ് കിട്ടിയത് മക്കളെ, നമുക്ക് വലിയ കരിമീനെ കിട്ടിയില്ല. നമ്മൾ പിന്നെ ഇവിടെ ഒരു മാർക്കറ്റുണ്ട്, ഓമനപ്പുഴയെന്ന് പറയും. അവിടുന്ന് നമ്മൾ വെട്ടിയൊക്കെ വാങ്ങിക്കുന്നത് കേട്ടോ. നല്ല മീനാണ്. നമ്മളവിടെ പോയി കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ മേടിക്കുന്ന മീനാണ് കേട്ടോ. ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് യൂട്യൂബിന് വേണ്ടിയിട്ടാണ്, ഞങ്ങൾക്ക് ഫ്രഷായ നല്ല മീനൊക്കെ തരണം, ഞങ്ങളുടെ യൂട്യൂബൊക്കെ കാണണം എന്നൊക്കെ ഇന്ന് ഞാൻ വന്ന പയ്യനോട് പറഞ്ഞു വിട്ടിട്ടുണ്ട്. മമ്മി ഒത്തിരി വർത്താനം പറയുന്ന കൂട്ടത്തിലാണേ. അതുപോലെ തന്നെ ഈ ഫോണിലൊക്കെ എനിക്ക് ഒത്തിരി നേരം വർത്താനമൊക്കെ പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരോടും കുശുമ്പ് കുന്നായ്മയൊന്നും അല്ല കേട്ടോ. ഞാൻ നല്ല കാര്യങ്ങളൊക്കെ മാത്രമേ പറയത്തുള്ളൂ. ആരുടെയും കുശുമ്പ് കുന്നായ്മയൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നതൊന്നുമല്ല. എൻ്റെ അമ്മച്ചി അങ്ങനെയായിരുന്നു, അതുപോലെ തന്നെയാണ് ഞാനും. എല്ലാം നല്ല വർത്താനങ്ങളൊക്കെ പറയത്തുള്ളൂ. ആർക്കും പാരവെക്കുന്ന പണിയൊന്നും ഇല്ല കേട്ടോ. നല്ല രീതിയിലൊക്കെയാണ് സംസാരിച്ചൊക്കെ പോകുന്നത്.
അതെന്താണെന്ന് അറിയില്ല, മമ്മിക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരോടും ഇങ്ങനെ ഒത്തിരി വർത്തമാനം പറയുന്നത്, നല്ല കാര്യങ്ങൾ പറയുന്നത്, നല്ല ദൈവവചനങ്ങൾ പറയുന്നത്. മമ്മീനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒന്നുമില്ലാതിരുന്ന സമയത്ത് എനിക്കറിയത്തില്ല, ഞാൻ 2 പിള്ളേരെ വളർത്തിക്കൊണ്ട് വരുന്നു, അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് വലിയ ആഗ്രഹം. അതിന് മാത്രമുള്ള ചുറ്റുപാടൊന്നും സാഹചര്യങ്ങളൊന്നും ഇല്ല. ഒരു തയ്യക്കാരൻ്റെ ഭാര്യയാണ്, എന്നാലും മക്കളെ നല്ലപോലെയൊക്കെ വളർത്തണമെന്നൊക്കെ വലിയ ആഗ്രഹം, നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് വലിയ ആഗ്രഹം. മമ്മി പഠിച്ചിട്ടില്ലെങ്കിലും മമ്മിക്ക് നല്ലപോലെ പഠിപ്പിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹം. പക്ഷേ ഞാനൊന്നും കാണുന്നില്ല. ഇത് എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്നുള്ള വിധമൊന്നും എനിക്ക് മുന്നിലൊന്നും ഇല്ല. തയ്യൽ കിട്ടിയാൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. ഇങ്ങനെയൊക്കെ ജീവിച്ചു പോകുന്ന കാലത്ത് ഞാനെന്ന് പറഞ്ഞാൽ കൂടുതലും കൂട്ടുകൂടുന്നത് എന്നെക്കാളും ഇത്തിരിയും കൂടി മുതിർന്ന അമ്മമാരുമായിട്ടായിരുന്നു എൻ്റെ കൂട്ടൊക്കെ. അപ്പോൾ റീത്താമ്മ ചേച്ചി, സിസിലി ചേച്ചി, ഇവരൊക്കെ ആയിട്ടാണ് എൻ്റെ സങ്കടങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ അവരൊക്കെ എന്നോട് പറയും, ഇന്ന് അവരാരും ജീവിച്ചിരിപ്പില്ല കേട്ടോ, എല്ലാവരും മരിച്ചുപോയി. അവരൊക്കെ എന്നോട് പറയും, മോളെ നീ രക്ഷപ്പെടും, നീ ഒരു കാരണവശാലും വിഷമിക്കേണ്ട, രക്ഷപ്പെടും. എന്നുവെച്ചാൽ ഞാൻ കല്യാണം കഴിച്ചിരിക്കുന്ന ഞാൻ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, പപ്പ സംസാരിക്കത്തില്ല, പപ്പയ്ക്ക് ചെവി കേൾക്കാൻ വയ്യ. അപ്പോൾ അതൊക്കെ കൊണ്ട് ആളുകൾക്ക് എന്തോ ഇത്തിരി സിമ്പതിയൊക്കെ ഉണ്ട് എന്നോട്. അതുകൊണ്ട് എന്നോട് പറയാറുണ്ട് ഞാൻ രക്ഷപ്പെടും എന്നാ പറയുന്നത്. അപ്പോൾ ഞാൻ ഓർക്കും, ദൈവമേ എങ്ങനെയാണ് ഈശ്വരാ, എനിക്കൊന്നും അറിയത്തില്ല, എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ്. എന്തായാലും മക്കളെ പഠിപ്പിക്കാം എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരുങ്ങി അങ്ങനെ പഠനത്തിലേക്കൊക്കെ പോയി. പക്ഷേ തമ്പുരാൻ തന്ന പോലെ തന്നെ നല്ല മക്കളെയാണ് തന്നത്. അവർ പഠിച്ച് ഏതായാലും ആ അമ്മമാർ പറഞ്ഞ ആ വാക്ക് അച്ചിട്ട കാര്യമായിരുന്നു. അവർ പറഞ്ഞതുപോലെ തന്നെ ഞാൻ രക്ഷപ്പെട്ട്, മക്കൾ വളർന്ന്, അവർ പഠിച്ച്, അവർ നേഴ്സായി, അവർ കാനഡയിൽ പോയി, റയാൻ ചെറിയ ബിസിനസ്സൊക്കെ ചെയ്ത്, അങ്ങനെയൊക്കെ ഒരുമാതിരി വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളിങ്ങനെ തട്ടിമുട്ടിയൊക്കെ ഇങ്ങനെ പോകുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല, ജീവിതത്തിൽ നല്ല സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. അപ്പം മരിച്ചുപോയ എൻ്റെ ആ ചേച്ചിമാരെയൊക്കെ ഞാനിങ്ങനെ ഓർക്കുക. അവരന്ന് പറഞ്ഞു തന്ന ആ ബലം എൻ്റെ മനസ്സിലെന്നും ഉണ്ടായിരുന്നു. അവരെനിക്ക് അങ്ങനെ പറഞ്ഞു തന്ന ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ മുന്നോട്ട് പോയത്. അപ്പം ഞാൻ ഇത്രയും വർത്താനം പറഞ്ഞ് ഞാൻ കരിമീനെല്ലാം നല്ലപോലെ പുരട്ടി വെച്ച് ഇതിവിടെ അരമണിക്കൂർ ഇരുന്ന് ഈ അരപ്പെല്ലാം നല്ല സെറ്റാകണം. അതിനുശേഷമേ നമ്മൾ വർക്കാവുള്ളൂ. അതിനുള്ളിൽ നമുക്ക് ചെമ്മീൻ കറി വെക്കുന്ന പരിപാടിയിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇവൻ അരമണിക്കൂർ നേരത്തേക്ക് ഇവിടെ പുരട്ടി വെച്ചിട്ടുണ്ട്, അവിടെ ഇരുന്നുകൊണ്ട് സെറ്റാകട്ടെ. അപ്പം നമുക്ക് ബാക്കിയുള്ള പരിപാടിയിലേക്ക് പോകാം. ഇനി നമുക്ക് ചെമ്മീൻ്റെ പരിപാടിയിലേക്ക് കയറാം. നമുക്ക് ചക്കക്കുരുവും മാങ്ങായും പച്ചമുളക് എല്ലാത്തിനെയും ചെമ്മീൻ എല്ലാത്തിനെയും കൂടി ഇനി ഇവിടെ നമുക്ക് അടപ്പ വെച്ച് പറ്റിക്കുന്ന വിധമൊന്ന് ഞാൻ കാണിച്ചു തരാം. ഞാൻ എല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. ഒരു ചക്കക്കുരു ഒരു മുരിങ്ങക്കോൽ എടുത്തിട്ടുണ്ട്, അതിനെ ഞാൻ ഇതിൻ്റെ അകത്തോട്ട് ഇടുവാണ്. പിന്നെ നമ്മുടെ ചക്കക്കുരുവിനെ പറ്റി പറയാനാണെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പം ചക്കക്കുരു ഇപ്പോൾ ഡോക്ടർമാർ പോലും ക്യാൻസറിന് നല്ല പ്രതിരോധ ശക്തിയുള്ളതാണ്. ചക്കക്കുരുവിൽ നിന്നും ചക്കയിൽ നിന്നൊക്കെ ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, യൂട്യൂബ് കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഇതറിയാം. പിന്നെ എൻ്റെ അറിവും കൂടി ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ അകത്തോട്ട് ഞാൻ 3-4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്, അതും കൂടി ഞാൻ അതിൻ്റെ അകത്തോട്ട് ഇടുവാണേ. പിന്നെ ഒരു ചെറിയ മാങ്ങ, നമ്മുടെ നാടൻ മാങ്ങയാണ് കേട്ടോ, നമ്മുടെ കിഴക്കേ ഒരു മാവേന്ന് ഷീബ എന്നോട് പറഞ്ഞായിരുന്നു, പറിച്ചു. അപ്പോൾ യൂട്യൂബ് കാണുവാണെങ്കിൽ പുള്ളിക്കാരത്തി കണ്ടോട്ടാ എന്നോട് പറഞ്ഞായിരുന്നു ഒരു മാങ്ങ പറിച്ചോളാൻ പറഞ്ഞായിരുന്നു. അങ്ങനെ ഞാൻ അതിൽ നിന്നൊരു മാങ്ങ പറിച്ച്, അതാണ്. അപ്പോൾ ഇതെല്ലാം നാടൻ സാധനമാണ്. അപ്പോൾ നല്ല പരിപാടിയിലേക്കാണ് നമ്മൾ കടക്കുന്നത്. പിന്നെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് വേണ്ടത്, ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പ് മമ്മി ഇതിൻ്റെ അകത്തോട്ട് ചേർക്കുന്നുണ്ട്. ഇനിയാണ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ചെമ്മീനെ നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് ചേർക്കാൻ പോവുകയാണ്. ഇത് നല്ല പൂവാലൻ ചെമ്മീനൊക്കെ പറയത്തില്ലേ, നമ്മുടെ വലിയ പൂവാലൻ ചെമ്മീനൊക്കെയാണ് റയാൻ മേടിച്ച് തന്നിരിക്കുന്നത്. മമ്മിയുടെ ലാവിഷ് പോലെ മമ്മി ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്കൾ ഫുൾ സപ്പോർട്ടായിട്ട് വയ്ക്കുന്നത്. അങ്ങനെ നല്ല സപ്പോർട്ടുള്ള മക്കൾ. അപ്പോൾ ഞാൻ ഈ ചെമ്മീനെ ഇതിൻ്റെ അകത്തോട്ട് ഇടുവാണ്. ഇനി അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുവാണേ. ഇത് നമുക്ക് കൈ കൊണ്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് അരപ്പൊക്കെ ചേർക്കാനുള്ളതാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒന്ന് പറ്റിക്കാനായിട്ട് വെക്കാം. ഇത്തിരി 2 കരിയാപ്പിലയും കൂടി ഊരി അങ്ങനെ മമ്മിയുടെ കഥകളെല്ലാം മക്കൾ കേട്ടിട്ട് മക്കളെന്നെ കേട്ടാ ഞാൻ നല്ല ജീവിതത്തിൽ നല്ല പോരാടി വിജയിച്ച് വന്ന ഒരു അമ്മയാണ്. അതുപോലെ എൻ്റെ കാണുന്ന എല്ലാ ഫ്രണ്ട്സുകളും അതുപോലെ തന്നെ എല്ലാവരും മുന്നോട്ട് വരിക. എല്ലാവരുടെയും കൂടെ ഞാനും ഉണ്ട്, എനിക്ക് നിങ്ങളും ഉണ്ട് എന്നുള്ള വിശ്വാസത്തിൽ നമുക്ക് അടപ്പ് കത്തിക്കാം. അപ്പോൾ ഞാൻ ഈ അടപ്പ് കത്തിക്കാൻ പോവുകയാണ്. ഇനി ഇതൊന്ന് വേകട്ടെ. അപ്പോൾ നമുക്കിതിനെ മൂടി വെച്ച് ഇതിനെ ഒന്ന് വേവിക്കാം. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മൂടി എടുത്തുകൊണ്ട് വന്ന് ഇത് മൂടി വെക്കട്ടെ. അപ്പോൾ മക്കളെ ഞാൻ ഇതിന് അരക്കാനായിട്ട് 1 മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ജാറിലോട്ട് ഇട്ടിട്ട് നല്ല പേസ്റ്റ് പരുവത്തിൽ അരയ്ക്കാനായിട്ടുള്ള
എങ്ങനെയാണ് ഇതെല്ലാം അമ്മമാർക്കും അറിയാവുന്നതാണ്. എനിക്കിത് പ്രത്യേകിച്ച് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ യൂട്യൂബിലാണല്ലോ നമ്മളിപ്പോഴത്തെ ജീവിതം മുഴുക്ക. ഇനി അടുത്ത ഈ 60 വയസ്സ് കഴിഞ്ഞപ്പോൾ ഒരു യൂട്യൂബിലേക്ക് ഞാൻ കടന്നു വന്നെങ്കിൽ ഇതൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു യൂട്യൂബിലോട്ട് ഞാൻ വരുമെന്ന, ഇങ്ങനെ ഒരു പ്രസന്റ് ചെയ്യുമെന്ന ഒന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. ഞാൻ സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പം ഞാൻ മക്കളോട് പറഞ്ഞില്ലേ, എൻ്റെ ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പോകണേ, ഇതെല്ലാവരും യൂട്യൂബിൽ കാണുമ്പം അവരൊക്കെ കാണുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഇപ്പോൾ യൂട്യൂബ് എന്ന് പറയുമ്പോൾ എല്ലാ ആൾക്കാരും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമല്ലേ. ഞാൻ ഒരു സമയത്ത് ഇത്തിരി ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടായ സമയത്തേ, അപ്പോൾ എൻ്റെ പിള്ളേർ തീരെ കൊച്ചുങ്ങളാണ്. ഈ മിണ്ടാൻ വയ്യാത്ത പപ്പാനെ ഏൽപ്പിച്ചിട്ട് ഞാനൊരു പൊടി കൊച്ചിനെ നോക്കാൻ പോയായിരുന്നു. ഒരു 9 മാസമുള്ള ഒരു മാളുകുട്ടി എന്ന് പറഞ്ഞൊരു കൊച്ചിനെ ഞാൻ നോക്കാൻ ഒരു വീട്ടിൽ പോയി. ജെസ്സി എന്നാണ് ആ അമ്മയുടെ പേര്. പോളിടെക്നിക്കിലെ ടീച്ചറായിരുന്നു. തുമ്പയിൽ ജോലിയുള്ള ഭർത്താവായിരുന്നു. അവളെ 85 വയസ്സുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. അപ്പോൾ എന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ ഞാൻ അവരുടെ കൊച്ചിനെ എൻ്റെ പിള്ളേരെ പോലെ തന്നെ നോക്കി. അപ്പോൾ പല ആൾക്കാർ വന്നെങ്കിലും അതുപോലെ നല്ലപോലെ നോക്കിയിട്ടില്ലെന്നാണ് പറയുന്നത്. ഞാൻ മാൾക്കുട്ടീനെ നല്ലപോലെ നോക്കി വളർത്തി. അങ്ങനെ 1.5 മാസമേ എനിക്ക് നിൽക്കാൻ പറ്റുള്ളായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത മോൾക്ക് പിരീസായി. അന്നേരം എനിക്ക് പോരണ്ടായിട്ട് വന്നു. പക്ഷേ എന്നെ ജെസ്സി വിടാനായിട്ട് ഒട്ടും താല്പര്യം കാണിച്ചില്ല. ഭയങ്കര ഇഷ്ടമായിരുന്നു. അന്ന് ഞാൻ പോരുന്ന സമയത്തുണ്ടല്ല, എനിക്കൊരു ബാഗ്, എനിക്കൊരു പേഴ്സ്, എനിക്ക് കുറേ സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഞാൻ അമ്മ വീട്ടിൽ നിന്ന് വരുന്ന പോലെയാണ് ഞാൻ ആ വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ എന്നോട് ജെസ്സി പറയുവാണ്, ഈ ബാഗ് എന്തെങ്കിലും ജോളിക്ക് ഇത് ഉപകരിക്കും. ഞാൻ പറഞ്ഞു, എനിക്കെന്തിനാണ് ഈ ബാഗൊക്കെ? അത് ജോളിക്ക് ഉപകരിക്കും. ജോളി ഇന്നിവിടെ നിന്നതുപോലെ ജോളിയുടെ വീട്ടിലും ഒരു സമയത്ത് ജോളി ആളെ നിർത്തി ജോളിക്ക് ഭക്ഷണം വെച്ച് തരും. ജോളിയുടെ മനസ്സ് അങ്ങനെയാണെന്നൊക്കെ അവർ കുറേയൊക്കെ എന്നെപ്പറ്റി പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ അന്ന് ഞാൻ കരുതി. പക്ഷെ അതെല്ലാം ജെസ്സി പറഞ്ഞതുപോലെ തന്നെ ഇന്നിപ്പോൾ എവിടെ ഇരുന്ന് കേട്ടാലും, എന്നെക്കാൾ ചെറുപ്പക്കാരിയാണ്, എവിടെയെങ്കിലും ഇരിപ്പുണ്ട്, സ്കൂളിൽ നിന്ന് റിട്ടയർ ആയിട്ടില്ല. പക്ഷെ ഇതെല്ലാം കേൾക്കുന്നുണ്ടെങ്കിൽ ജെസ്സിക്ക് ഇപ്പം മനസ്സിലാവും ആ ജോളിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ അവരുമൊക്കെ ഇതൊക്കെ അറിയട്ടെ. ജെസ്സി പറഞ്ഞ പോലെയൊക്കെ തന്നെ സംഭവിച്ചു. എല്ലാവരും പറഞ്ഞതുപോലെയൊക്കെ തന്നെ സംഭവിച്ചു. എൻ്റെ ജീവിതത്തിലേക്ക് വന്ന് എനിക്ക് നന്മ പറഞ്ഞു തന്നത് എല്ലാം സംഭവിച്ചു. എന്നത് പറഞ്ഞ പോലെ ഈ യൂട്യൂബ് കാണുന്ന എൻ്റെ സഹോദരങ്ങളോടും എൻ്റെ ഫ്രണ്ട്സിനോടും എല്ലാവരോടും ദുഃഖിക്കുന്നവരോടും സന്തോഷിക്കുന്നവരോടും ഒക്കെ പറയാനുള്ള ഒരു കാര്യം ഇതേ ഉള്ളൂ. നമ്മൾ ഏത് ദുഃഖത്തിലായാലും പ്രയാസത്തിലായാലും കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കതിൽ വലിയൊരു സന്തോഷം നമുക്കുണ്ടാവും. തീർച്ചയായിട്ടും ദുഃഖിക്കുന്നവരാണെങ്കിലും സന്തോഷിക്കുന്നവരാണെങ്കിലും എൻ്റെ ഈ വാക്ക് എന്നും വിലപ്പെട്ടതായിരിക്കും. അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. അങ്ങനെ എനിക്ക് വർത്താനം പറയാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ, അത് ഞാൻ അടുത്ത കമന്റിൽ ഞാൻ ഒത്തിരി വർത്താനം പറയുന്നുണ്ടെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ എനിക്കത് കുഴപ്പമില്ല. എനിക്ക് എന്നെ കേൾക്കാനായിട്ട് ഇപ്പം എനിക്കൊരു ക്യാമറാമാനുണ്ട്, എൻ്റെ മോനുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിങ്ങനെ പപ്പാടിക്ക് വർത്താനം പറയാതെ ഇത്രയും വർഷം ഇങ്ങനെ ജീവിച്ചെങ്കിൽ ഇപ്പം യൂട്യൂബ് വന്നപ്പോൾ ഇതെല്ലാം കേൾക്കാനായിട്ട് എൻ്റെ മക്കൾ ക്ഷമയോട് നിന്ന് ഇതെല്ലാം കേൾക്കുന്നത് ഇവരുണ്ടല്ല. അവരും ഇതൊക്കെ ഒരേ വീഡിയോയിൽ കാണുമ്പോൾ അവർ കേട്ടോണ്ടിരിക്കുമല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷം. ഞാൻ ഈ യൂട്യൂബിൽ വന്നത് വളരെ സന്തോഷത്തിലാണ്. ഇതിൻ്റെ അകത്തൊന്നും പ്രതിഫലമാണ് അതൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എൻ്റെ മനസ്സ് തുറന്ന് പറയാൻ കിട്ടിയ ഈ സാഹചര്യം ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. നമുക്കിത് അരക്കാം. ശേഷം ഇതിൻ്റെ അകത്ത് സെറ്റായിട്ടുണ്ട്, എല്ലാം വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ചക്കക്കുരു മാങ്ങായനെയൊന്നും കാണാൻ പോലും ഇല്ല. ചക്കക്കുരു മുരിങ്ങയ്ക്കായും എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് അരപ്പ് ഒഴിക്കാം. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് അതൊക്കെ നമുക്ക് പാകത്തിനനുസരിച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. എന്തോരം നമുക്ക് വേണം, അത് എങ്ങനെയായിരിക്കേണ്ടതെന്നൊക്കെ അതൊക്കെ നമ്മുടെ കണക്ക് കൂട്ടൽ പോലെയൊക്കെയാണ്. അതിന് പ്രത്യേകം കണക്കും കാര്യമൊന്നുമില്ല. ഇപ്പോൾ വെള്ളം നമ്മളിങ്ങനെ നോക്കിയിട്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം എല്ലാം കറക്റ്റായിട്ട് നിൽക്കുവാണ്. ഒന്ന് ഒന്നും കൂടി നമുക്കൊന്ന് ജാറൊന്ന് ഇത്തിരി കഴുകി ഒന്ന് തിളച്ച് പറ്റണമല്ല. ഇത്രയും കൂടി ഒഴിച്ചു കൊടുക്കുക. അവിടെ ഇരുന്ന് എല്ലാം കൂടി ഇതൊന്ന് തിളച്ച് ഇനി നമുക്ക് മൂടി വെക്കണ്ട. ഇങ്ങനെ തന്നെ ഇരുന്ന് നല്ലപോലെ പറ്റി കിട്ടണം. അവിടെ ഇരുന്നുകൊണ്ട് നല്ലപോലെ ഒന്ന് തിളക്കട്ടെ. ചിലപ്പോൾ നമ്മൾ മൂടി വെച്ച് കഴിഞ്ഞാൽ അത് മക്കളെ ഒരു കാര്യം നോക്കട്ടെ, ഒന്ന് കറക്റ്റ് ഉപ്പ് ഉണ്ടാകും. നമ്മൾ ആവശ്യത്തിന് അന്നേരം ഇട്ട ഉപ്പല്ലേ, പിന്നെ ഉപ്പുണ്ടാകുമെന്ന് നമ്മൾ നോക്കിയില്ലല്ലോ. അപ്പം ഇതെല്ലാം ഒഴിച്ച് കഴിഞ്ഞപ്പോൾ ആവശ്യത്തിന് ഉപ്പുണ്ടാകുമെന്ന് നോക്കാം. ഇത്തിരി ഉപ്പിന് കുറവുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പ് ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കുവാണ്. പക്ഷെ ആ ചാറിന് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാം കൂടി വെന്ത് കൂടിയതിൻ്റെ
അപ്പോൾ കറക്റ്റായിട്ടുണ്ട്. ഇനി അത് അവിടെ ഇരുന്നുകൊണ്ട് ഒന്ന് തിളച്ച് ഒന്ന് എല്ലാവരും കൂടി ഒന്ന് സെറ്റാകട്ടെ. ഇത് ശരിയാകുന്ന നേരത്ത് നമുക്ക് മീനെ ഒന്ന് വറുക്കാനായിട്ട്, ഇപ്പോൾ നമ്മൾ ഏകദേശം അരമണിക്കൂറായില്ലേ അതെ, എല്ലാം പുരട്ടി വെച്ചിരിക്കുന്നു, നല്ല സെറ്റായിട്ടിരിക്കുന്നു. ഇനി നമുക്ക് പിന്നെ വറുക്കാനായിട്ട് നമ്മുടെ ഒരു ചട്ടി എടുത്ത് അടപ്പിലോട്ട് വെക്കാം. ഒന്ന് ചൂടാകട്ടെ. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിൻ്റെ തൊട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കും. നമുക്ക് കരിമീനെ വറുക്കാനായിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഒരു തല അപ്പുറത്തോട്ട് ഒരു 2 മീനെ നമുക്കിങ്ങനെ 2 വറുക്കാൻ പറ്റത്തുള്ളൂ. 2 ഇതൊന്നും സെറ്റായിട്ടുണ്ട്. നമുക്കിതിനെ താളിച്ച് ഒഴിക്കാനായിട്ടുള്ളത് ചട്ടി ഓഫാക്കുവാണേ. പച്ചവയൊക്കെ മാറി നല്ല സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറ പൊട്ടിക്കാം. അപ്പോൾ അത് അടപ്പയിലിരുന്ന് ചെമ്മീൻ പറ്റിക്കൊണ്ടിരിക്കുന്നു, കരിമീൻ വറുത്തോണ്ടിരിക്കുന്നു. ഞാൻ എന്താ വറതളിക്കാനായിട്ട് ചട്ടി വെച്ച്. അപ്പോൾ നമ്മുടെ 3 അടപ്പും ഇന്നാണ് ശരിക്കും നമുക്ക് പ്രയോജനമായത്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിക്കുവാണേ. ചെറിയ അടപ്പിൻ്റെ അകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിക്കുവാണ്. കടുക് പൊട്ടിക്കാനുള്ള എണ്ണ അതവിടെ ഇരുന്നൊന്ന് ചൂടാകട്ടെ, ഇട്ട് കൊടുക്കാം. അല്ല കറക്റ്റ് വരുമായിരുന്നു. എല്ലാം ചെറിയ തീയിലാണ് ഈ മീൻ വറുക്കാൻ വെച്ചിരിക്കുന്നതും ചെറിയ തീയിലാണ്. ഉള്ളി അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാൻ പോവാണ്. കരിയാപ്പല ഇവിടെ ഊരി വെച്ചിട്ടുണ്ട്. കരിയാപ്പല അതിൻ്റെ അകത്തോട്ട്. ഇനി മമ്മീതേ വറ്റൽ മുളക് 2 ഇതൊക്കെ അമ്മമാരുടെ സ്പെഷ്യൽ പരിപാടിയാണ്. കൈ കൊണ്ട് അങ്ങോട്ട് പൊട്ടിച്ച് അങ്ങോട്ട് ഇടുക, തവി കൊണ്ട് പിന്നെ അങ്ങോട്ട് ഇളക്കുക, യോജിപ്പിക്കുക. നല്ലപോലെ ഒന്ന് മൂക്കട്ടെ. വറയൊക്കെ മൂക്കുന്നതിൻ്റെ ഒരു സ്മെല്ലും മണവും എല്ലാം നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഇതൊക്കെ ഒന്ന് വെച്ച് കഴിക്കണം കേട്ടോ മക്കളെ. എല്ലാവരും സഹോദരങ്ങളെ സഹോദരികളെ എൻ്റെ വീഡിയോ എല്ലാവരും കാണണം. എനിക്ക് ലൈക്ക് തരണം, കമൻറ്റ് തരണം. ഞാൻ പറഞ്ഞതൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ അതിൻ്റെ കമൻറ്റുകളെല്ലാം എല്ലാവരും എന്നെ ഒന്ന് അറിയിച്ചാൽ എനിക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പം എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാകണം. അപ്പം എനിക്ക് വിരലടയാളം തരണം, സബ്സ്ക്രൈബ് തരണം, കമൻറ്റ് തരണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കനും കൂടി തരണം കേട്ടോ. നമ്മുടെ ആ ബെൽ ബട്ടനെയും കൂടി ഒന്ന് അമർത്തിയേക്ക്. ഞാനിങ്ങനെ സ്പീഡിലൊക്കെ പറഞ്ഞു വരുമ്പോൾ ഇങ്ങനെ അക്ഷരപ്പശൊക്കെ ഉണ്ടാവും. അതൊന്നും കുഴപ്പമില്ലല്ലോ, കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി കഥകളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പുറകെ എല്ലാവരോടും പറയാം. ആരും ബോറടിക്കരുതേ, എല്ലാവരും സന്തോഷത്തോടെ കേട്ടിരിക്കണേ, എനിക്ക് സപ്പോർട്ട് തരണേ, ഒരുപാട് കമൻറ്റ് തരണേ. അപ്പോഴേ എനിക്ക് സന്തോഷമാകത്തുള്ളൂ. മലയാളത്തിൽ കമൻറ്റൊക്കെ ഇട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാനിവിടെ കിടന്ന് അപ്പോൾ നമ്മുടെ വറ മൂത്തിട്ടുണ്ട്. നമ്മൾ ഈ വറ ഇതിൻ്റെ അകത്തോട്ട് ഒഴിക്കുവാണേ. ഞങ്ങളിങ്ങനെ ഒരു അമ്മമാർക്കൊരു പ്രത്യേക പരിപാടിയുണ്ട്. ഈ വറച്ചട്ടിയിലോട്ട് കുറച്ച് അരപ്പിങ്ങനെ എടുത്തിട്ട് അതിങ്ങനെ കറക്കി ഒഴിച്ചു കൊടുക്കും. ഇത് ഞങ്ങളുടെ അമ്മമാരുടെ ഒരു സ്പെഷ്യൽ പരിപാടിയാണ്. ഞാൻ മാത്രമല്ല എല്ലാ അമ്മമാരും ഇത് ചെയ്യും. എന്നിട്ട് നമുക്കിതിനെ എല്ലാത്തിനെയും കൂടെ വെച്ച് മൂടി വെക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീനും മുരിങ്ങക്കോലും ചക്കക്കുരും മാങ്ങായും കറി വെച്ചത് അതവിടെ റെഡിയായി. ഇനി അടുത്ത് നമ്മുടെ കരിമീനിലേക്കുള്ള പരിപാടിയാണ്. അപ്പോൾ അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിനെ ഇവിടുന്ന് അടപ്പേൻ്റെ അടുത്ത് മാറ്റുവാണേ. മാറ്റിയത് ഇങ്ങോട്ട് മാറ്റി വെക്കുക. അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കരിമീൻ പതുക്കെ ചെറിയ തീയിൽ മുരിയട്ടെ. ഒരുപാട് വലിയ തീയിലിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ല കരിഞ്ഞി വല്ലാതായി പോകും. അപ്പോൾ അവർ ചെറിയ തീയിലിരുന്ന് മുരിയട്ടെ. അവിടെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വരാം. റെഡിയായേ. നമുക്കിതിനെ എടുത്ത് പാത്രത്തോട് വെക്കാം. സ്റ്റൗ ഞാൻ ഓഫ് ആക്കുവാണേ.
അപ്പം മക്കളെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 കരിമീനെ വറുത്തുള്ളൂ. ഇപ്പൊ കൊടുക്കാൻ മാത്രം റയാന് വറുത്ത്, വൈകുന്നേരം ഞാൻ റയാന് ചൂടോടെ വറുത്ത് കൊടുത്തോളാം. ചോറ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം സെറ്റായി. കണ്ടാ, കരിമീൻ വറുത്ത് വെച്ചിരിക്കുന്നു, ചോറ് ഇവിടെ ഊറ്റി വെച്ചിരിക്കുന്നു, നമ്മുടെ കൊട്ടയിൽ ചോറ് ഊറ്റി വെച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോറ് ഇവന് വിളമ്പാൻ പോവുകയാണേ. അയ്യോ, ഞാൻ ഇവനിപ്പോൾ ഇടയ്ക്ക് ഒരു സ്പെഷ്യൽ സാധനം ഞാൻ കൊടുക്കും. അയ്യോ, ഒരു മിനിറ്റ് അവിടെ നിൽക്കി. ഞാനിപ്പോൾ എല്ലാ ദിവസവും ഒരു സ്പെഷ്യൽ സാധനം കൊടുക്കുന്നുണ്ട്. ഞാനേ ഇവന് കുറച്ച് ചോറേ കൊടുക്കത്തുള്ളൂ കേട്ടാ. ഇവന് വിശപ്പ് ഇടാൻ വേണ്ടിയിട്ട് ഞാനൊരു മുട്ട വറുത്തത് ഇവന് കൊടുക്കും. മുട്ട പുഴുങ്ങിയത് അതെ, ഒരു മുട്ട പുഴുങ്ങിയിട്ട് ഇത്തിരി ചോറും കൊടുക്കും. മുട്ടയിനകത്ത് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അത് അവൻ്റെ ശരത്തിയല്ലേട്ടാ. ഇനി നമ്മുടെ സ്പെഷ്യൽ കറി, ചക്കക്കുരു ഇട്ടു വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, ഉണ്ണാൻ പറയാങ്കുട്ട. ഇവനെടുക്കുമ്പോൾ അതിൻ്റെ അങ്ങനെ റയാൻകുട്ടന് ഞാൻ ചോറ് വിളമ്പുന്നു. അവന് നല്ല മുട്ടൻ ചെമ്മീനൊക്കെ ഇട്ട്, കരിമീൻ വറുത്തതുണ്ട്, ചക്കക്കുരുവും ചെമ്മീനും മങ്ങായി വിട്ട കറിയുമുണ്ട്, ഉണ്ണാമ്പാ മച്ചുനാരേ. അച്ചാറുണ്ട്. സ്പെഷ്യലായിട്ട് നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന ചെമ്മിപ്പുളി അച്ചാറ്, കരിമീൻ വറുത്തതും ചക്കക്കുരുവും പാട്ട് പാടാൻ ശ്രമിച്ചു. കരിമീൻ വറുത്തതുണ്ട്, ചക്കക്കുരു ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്, ഉണ്ണാൻ പറയാങ്കുട്ട. അപ്പം ഗൈസ് നമ്മുടെ ഊണ് റെഡിയായി. നല്ല അടിപൊളി ചക്കക്കുരു, മാങ്ങ, മുരിങ്ങക്കൊലൊക്കെ ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറി, ഒരു മുട്ട പുഴുങ്ങിയത്, നല്ല കരിമീൻ ഫ്രൈ, നാടൻ കരിമീനാണ്. അടിപൊളിയായിട്ട് ഇന്നത്തെ ഊണ് കഴിക്കാം. എല്ലാം കൂടി മിക്സ് ചെയ്യുക. ചക്കക്കുരു ഒന്നെടുത്ത് വെക്കുക, ചൂടുകൊണ്ട് ചിമ്മി, മുട്ട പിന്നെ കഴിക്കാം. ഇനി ഒരു മുള്ളുണ്ടാവും അതില്ല, അതെല്ലാം കൂടെ വെച്ചിട്ട് കഴിക്കട്ടെ. നല്ല ചൂട്. സൂപ്പർ. റയാൻ്റെ തലകുലിക്ക് കാണുമ്പോൾ അറിയാം ഇത് എന്തോ അടിപൊളി സൂപ്പർ സാധനമാണെന്ന്. നല്ല കറി. അങ്ങനെ ഇതെല്ലാവരും വെച്ച് ഇതുപോലെ കഴിക്കുക. എന്നിട്ട് എനിക്ക് വിരലടയാളം തരിക, സബ്സ്ക്രൈബ് തരിക, ലൈക്ക് തരിക, കമന്റ് തരിക, എല്ലാവരും ഷെയർ ചെയ്യുക. ആ ബെൽ ബട്ടനെയും കൂടി ഒന്ന് അമർത്തിയേക്കണേ. ബെൽ ബട്ടൺ അമർത്തുന്നത് എന്തിനാന്ന് മനസ്സിലായിട്ടില്ല മോനെ. നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അവർക്ക് കിട്ടാൻ വേണ്ടിട്ട്. അപ്പൊ അത് മനസ്സിലായില്ല റയാൻ പറഞ്ഞ സംഭവം, അത് കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മളിടുന്ന വീഡിയോ അപ്പം എല്ലാവർക്കും കിട്ടും. അയ്യോ ബെല്ല് അപ്പൊ ശരിക്കും നിങ്ങൾ അമർത്തിയേക്കണം കേട്ടോ, എന്നാലേ അത് അപ്പൊ കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോഴാണ് മനസ്സിലായത്. ഈ യൂട്യൂബിനെ പറ്റി ഒന്നും അമ്മയ്ക്ക് വലിയ പിടിയില്ലല്ലോ. നീ അവരെന്ന് പറഞ്ഞപ്പോഴല്ലേ ചക്കരയെ മനസ്സിലാകത്തുള്ളൂ. ഓക്കെ, ബൈ ബൈ ടാ.